നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ച നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു. ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം സ്ത്രീ ശാക്തീകരണം, വയോജനക്ഷേമം എന്നിവ ബജറ്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നു. ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം സ്ത്രീ ശാക്തീകരണം, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള മൂവാറ്റുപുഴ നഗരസഭാ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അവതരിപ്പിച്ചു. 49,66,530 രൂപ വരവും 48,26,1930 രൂപ ചിലവും 87,64,600 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കൂടിയായ വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത്. IT മേഖലയിൽ സേവനം ചെയ്യുന്നവരുടെ സൗകര്യാർത്ഥം വർക്ക് അറ്റ് നിയർ ഹോം പദ്ധതി, മൂവാറ്റുപുഴയാറിനെ മാലിന്യമുക്തമാക്കുന്നതിന് 10 ലക്ഷം രൂപ, പശ്ചാത്തല മേഖലയ്ക്ക് 8,98,900,000 രൂപയും, സേവന മേഖലയ്ക്ക് 11,57,80,760 രൂപയും, ഉൽപാദന മേഖലയ്ക്ക് 1,85,27,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലേതുപോലെ കഴിഞ്ഞ വർഷവും ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി, വീട് എന്നിവ ലഭ്യമാക്കി. ഈ സാമ്പത്തിക വർഷവും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. നഗരത്തിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് പുതിയ മുഖം നൽകി പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ആവശ്യമായ സ്ഥലങ്ങളിൽ ഈ വർഷവും പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നഗരസഭയുടെ ഈസ്റ്റ് ബസ് സ്റ്റാൻഡ് നവീകരണം സമയബന്ധിതമായി പൂർത്തീകരിക്കും. ക്ഷേമ പെൻഷനുകൾ സമയബന്ധിതമായി വിതരണം ചെയ്തും വയോധികർക്ക് വാർഡുകളിൽ തന്നെ വൈദ്യപരിശോധന നടത്തി മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വയോമിത്രം പദ്ധതി വഴി നടപടി സ്വീകരിച്ചും ഇവർക്ക് ആവശ്യമായ മരുന്ന് സൗജന്യമായി നഗരസഭ നൽകി വരുന്നു. വയോധികരുടെ മാനസികാരോഗ്യത്തിനും ഉല്ലാസത്തിനും പ്രാധാന്യം നൽകി നഗരസഭ വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രം നിർമ്മിക്കും. ഇതിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പാവപ്പെട്ടവർക്ക് ആശ്രയമായ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണനയാണ് നഗരസഭാ കൗൺസിൽ നൽകി വരുന്നത്. ജനറൽ ആശുപത്രിയിൽ 67 ലക്ഷം രൂപ ചെലവിൽ പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച് ലക്ഷ്യ ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂമും സജ്ജമാക്കാൻ നഗരസഭ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരം നഗരസഭയുടെ ഡ്രീം ലാൻഡ് പാർക്കിൽ നിന്ന് മൂവാറ്റുപുഴയാറിന് കുറുകെ തൂക്കുപാലവും പേട്ട മുതൽ കച്ചേരിത്താഴം വരെ പുഴയോര നടപ്പാതയും നിർമ്മിക്കും. PO ജംഗ്ഷനിൽ മഹാത്മാ അയ്യൻകാളിയുടെ പ്രതിമ യാഥാർത്ഥ്യമാക്കുമെന്നും നഗരസഭാ ചെയർമാൻ PPL ദോസ് പറഞ്ഞു. മഹത്തായ മറ്റൊരു കാര്യം, ഈ കൗൺസിലിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സബലീകരിക്കുവാൻ പോകുന്ന ഒരു മുഹൂർത്തമാണ് കടന്നു വരാൻ പോകുന്നത്. രാഷ്ട്രപിതാവിൻ്റെ സ്മരണ നിലനിർത്താൻ നമ്മൾ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ സ്ഥാപിച്ചപ്പോൾ തന്നെ ഈ കൗൺസിൽ പ്രഖ്യാപനം നടത്തി. അടുത്ത ഒരു സ്മാരകം നിർമ്മിക്കേണ്ടത് അധസ്ഥിത വർഗത്തിൻ്റെ മുന്നണി പോരാളിയും നമ്മുടെ പിന്നോക്ക വിഭാഗത്തിൻ്റെ ഉജ്ജ്വലനായ നേതാവും ഒക്കെയായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവ് നമ്മുടെ മഹാനായ മഹാത്മാ അയ്യങ്കാളിയുടെ നാമം എക്കാലവും ഓർക്കപ്പെടുവാനുള്ള ഒരു നിത്യസ്മാരകം അദ്ദേഹത്തിന് നിർമ്മിക്കാൻ 2 കൗൺസിൽ മുമ്പ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റിലും അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത അയ്യങ്കാളി ജന്മദിനത്തിന് മുമ്പായി മൂവാറ്റുപുഴയിൽ ആ അയ്യങ്കാളി പ്രതിമ യാഥാർത്ഥ്യമാക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ബഡ്ജറ്റ്. എല്ലാ മേഖലയും തൊട്ട് തലോടിക്കൊണ്ട് മൂവാറ്റുപുഴയിലെ വൃദ്ധർക്കായി, വയോജനങ്ങൾക്കായി നമ്മൾ ലതാ പാർക്കോട് ചേർന്ന് നഗരസഭാ ഭൂമിയിൽ 1 കോടി രൂപ ചെലവിൽ വയോജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു മന്ദിരം, അവർക്ക് വൈകുന്നേരങ്ങളിൽ രാവിലെയും വൈകുന്നേരവും പകൽ സമയങ്ങളിൽ വയോജനങ്ങൾക്ക് ഒന്നിച്ചു കൂടാനും അവരുടെ മാനസിക ഉല്ലാസ കാര്യങ്ങൾക്ക് ക്രമീകരണങ്ങൾ വരുത്താനുമുള്ള ഒരു മന്ദിരം അവിടെ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയും തൊട്ടു തലോടിക്കൊണ്ടുള്ള സമഗ്രമായ ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഊന്നിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ബഡ്ജറ്റ് മൂവാറ്റുപുഴയുടെ ഭാവി വികസനത്തിന് ശോഭനമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മണ്ണാങ്കടവ് തോടിന്റെ ശുചീകരണത്തിനും നവീകരണത്തിനും മോളേക്കുടി ഓലിപ്പാറ കുടിവെള്ള പദ്ധതി, മുനിസിപ്പൽ ഡ്രീംലാൻഡ് പാർക്ക് നവീകരണം, കാവുങ്കര വനിതാ ഓപ്പൺ ജിംനേഷ്യം, പുരാതന കുളങ്ങൾ നവീകരിക്കുന്നതിന് തുടങ്ങി നിരവധി പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും 24 മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ്. MA ഹോളിഡേയ്സ്, യാസ് കോംപ്ലക്സ്, മൂവാറ്റുപുഴ.